എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പ്, പിഗ്മെൻറ്റേഷൻ, കരിമംഗല്യം, ഡൾനെസ്, അതുപോലെ കണ്ണിനടിയിലുള്ള കറുപ്പ്, അതുപോലെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ്, ഇങ്ങനെയുള്ളതെല്ലാം കൈമുട്ടിലുള്ള കറുപ്പും കുരുക്കുരുക്കളും ഇങ്ങനെയുള്ളതെല്ലാം മുഖത്തുണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു ഫേസ് മാസ്കുമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നമ്മളൊരു ഫേസ് മാസ്ക് തയ്യാറാക്കുമ്പോൾ അതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കറ്റാർവാഴയുടെ ജെല്ല്. ഈ കരിമംഗല്യം സാധാരണ ഒരു 10-40 വയസ്സാകുമ്പോഴാണ് ചിലർക്ക് ഇങ്ങനെ കാണാറുള്ളത്. പക്ഷേ ഇപ്പോൾ 10-30 വയസ്സാകുമ്പോഴേക്കും ചിലരിലെങ്കിലുമൊക്കെ ഇതുപോലെ കാണാറുണ്ട്. ഒരുപാട് വെയിൽ കൊള്ളുന്നത് മൂലവും അതുപോലെ തന്നെ ഒരുപാട് മരുന്ന് കഴിക്കുന്നവരിലുമൊക്കെ ഇതുപോലുള്ള കണ്ണിനടിയിലുള്ള കറുപ്പ്, കരിമംഗല്യം, പിഗ്മെൻറ്റേഷനൊക്കെ കാണുന്നുണ്ട്. അതുമാത്രമല്ല, പാർലറിലൊക്കെ പോയിട്ട് വെളുക്കാനായിട്ട് നമ്മൾ ഒരുപാട് കെമിക്കലുള്ള വൈറ്റ്നസ്സൊക്കെ നമ്മൾ ഇടാറുണ്ട്. പക്ഷേ വെളുക്കുമെങ്കിലും ഇതിൻ്റെ സൈഡ് എഫക്റ്റ് പിന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ മുഖത്ത് എന്ത് ഇടുമ്പോഴും നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കെമിക്കൽ അടങ്ങിയ വസ്തുക്കൾ കഴിവതും ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് മുഖത്ത് മാത്രമല്ല, തലയിലും ഡൈ ചെയ്യുമ്പോഴും വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കെമിക്കൽ അടങ്ങിയ ഹെയർ ഡേ ആദ്യം തേക്കുമ്പോൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ആയിരിക്കും അതിൻ്റെ സൈഡ് എഫക്റ്റൊക്കെ ഫേസിലേക്കും കൂടി ബാധിക്കുന്നത്. ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇതുപോലെ എൻ്റെ അടുക്ക വരാറുണ്ട്. ഇതിനൊരു പരിഹാരം കാണണമെന്നും പറഞ്ഞിട്ട് അവർക്കൊക്കെ ഞാൻ ഇങ്ങനെയുള്ള ഈ ഒരു ടിപ്പാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അലോവേറയുടെ ജെല്ലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. കൂടെ കുറച്ച് മത്തങ്ങയുടെ കുരു കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു കുരു നിങ്ങൾ ഒഴിവാക്കരുത്. മാക്സിമം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഈ കുരു മസ്റ്റായിട്ടും ഇതിൽ ചേർക്കേണ്ടതാണ്. കൂടെ 2 സ്പൂൺ ചെറുപയർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആദ്യമേ നമുക്ക് ഈ അലോവേറയുടെ ജെല്ല് മിക്സിയിലൊന്ന് ലിക്വിഡായിട്ടൊന്ന് അരച്ചെടുത്തതിന് ലൂസാക്കി എടുത്തതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കൂടെ കിട്ടുന്ന അത്രയും റോസയുടെ പൂ ഉണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല കളറുള്ള റോസയുടെ പൂ ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിത് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഏത് പൂവാണേലും നമുക്ക് ഒരു കുഴപ്പവുമില്ല. ഇതൊക്കെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് കേട്ടോ. ഇനി ചേർക്കാൻ പോകുന്നത് പച്ചമഞ്ഞളാണ്. ഈ പച്ചമഞ്ഞളിന് പകരം ഉണക്കമഞ്ഞൾ ചേർക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ നല്ല ഫലം കാണുന്നത് ഈ പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ്. മാത്രമല്ല, പുരുഷന്മാരാണ് ഇങ്ങനെ പാക്ക് തേക്കുന്നതെങ്കിൽ മഞ്ഞൾ കഴിവതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ അമ്മമാരും അവരുടെ അമ്മമാരും ഒക്കെ പണ്ട് കാലത്തൊക്കെ പച്ചമഞ്ഞളൊക്കെ അരച്ച് മുഖത്തിങ്ങനെ പുരട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്തൊരു കരിമംഗല്യോ അല്ലെങ്കിൽ ഒരു കറുത്ത പാടുകളോ ഒന്നും ഉണ്ടാവാറില്ല. അതൊക്കെയാണ് അവരുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യങ്ങൾ. അടുത്ത് ചേർക്കുന്ന കൂട്ട് ഉലുവയാണ്. ഉലുവയുടെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, 1 സ്പൂൺ. ഇതിൽ ഞാൻ പറയുന്ന ഈ കൂട്ടുകളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ചേർത്തിരിക്കണം. എല്ലാ കൂട്ടുകളും ചേർക്കുമ്പോഴാണ് ഇതൊരു സമ്പൂർണ്ണ ഫേസ് പാക്കായി മാറുന്നത്. മുഖത്ത് കറുത്ത പാടുകളൊക്കെ ഉള്ളവർ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർ കഴിയുന്നതും വെയിൽ കൊള്ളാതിരിക്കുക. ചൂട് സമയത്ത് കറുത്ത ഡ്രസ്സ്, കറുത്ത കുട ഇതൊക്കെ കഴിയുന്നത് ഒഴിവാക്കാനാണ് ഡോക്ടർമാരെല്ലാവരും പറയാറുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഒരു നൈറ്റ് ഫുള്ള് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് ഈ അലോവേറയുടെ ജെല്ലിൽ ഇട്ട് നമ്മളൊരു നൈറ്റ് ഫുള്ള് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറുപയർ, ഉലുവ ഇതെല്ലാം നന്നായിട്ട് തന്നെ കുതിർന്ന് വരും. ചെറുപയർ ചിലർ മുളപ്പിച്ചതിന് ശേഷം അത് പേസ്റ്റ് രൂപത്തിലാക്കി മുഖത്ത് പുരട്ടാറുണ്ട്. അതും വളരെയധികം നല്ലതാണ്. ഇതുപോലെ ചെറുപയർ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേനും ചെറുപയറെല്ലാം മുളച്ചും കിട്ടുന്നതാണ്. കടലമാവും ചെറുപയറും കൂടി ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി മുഖത്തിടുന്നതും വളരെയേറെ നല്ലതാണ്. ഇനി ഇതൊരു നൈറ്റ് ഫുള്ള് ഇതുപോലെ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ തലേ ദിവസം എല്ലാം കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടുകളെല്ലാം എടുത്തൊന്ന് നോക്കാം. നമ്മുടെ ചെറുപയറെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിട്ടിട്ട് മിക്സിയിലൊന്ന് നല്ല മെയ്സ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതിൽ തരി ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. തരി ഉണ്ടാവില്ല. ഉണ്ടായാലും നമുക്ക്
അത് മാറ്റിയിട്ട് ഒന്നുകൂടി ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ അരച്ചെടുക്കുന്ന കൂട്ടാണ് നമ്മൾ മുഖത്തിടുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ തോരനൊക്കെ എടുക്കുന്ന ചെറിയ ജാറല്ലേ, അതിലിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്സിയുടെ ജാറ് നല്ല പോലെ കഴുകിയെടുക്കണം. കാരണം നമ്മൾ കറിക്കൊക്കെ അരച്ചിട്ടുള്ള ആ ഒരു എരിവിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിടുമ്പോൾ മുഖത്ത് നീറ്റൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മിക്സിയുടെ ജാർ നല്ലപോലെ കഴുകിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ കൂട്ടിട്ട് അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കരിമങ്കല്യം മാറ്റിയെടുക്കാനുള്ള കൂട്ടുവിടെ നമ്മൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തരി പോലും ഇല്ല കേട്ടോ, നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിന് നല്ല റോസാപ്പൂവിൻ്റെ ഒക്കെ നല്ല മണമുണ്ട്. ചെറുപയറിൻ്റെയും മഞ്ഞളിൻ്റെയും എല്ലാം കൂടി ഒരു നല്ലൊരു മിശ്രിതമാണ് കേട്ടോ അത്. ഇതൊരു ബൗളിൽ ഇതുപോലെ അരച്ച് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാകും. ഡെയിലി മുഖത്ത് ഇട്ടൊന്ന് സ്ക്രബ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. വെറുതെ ഇടരുത്, നല്ല പോലെ ഒന്ന് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ മുഖത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് കരിമങ്കല്യം ഉള്ളവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും യൂസ് ചെയ്യുക കേട്ടോ. നല്ല കളറും നല്ല സ്മൂത്തായിട്ടിരിക്കുകയും ചെയ്യും. ഫേസൊക്കെ കളറും വയ്ക്കും കേട്ടോ, നന്നായിട്ട് തന്നെ വെളുക്കും ഇത് തേച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറാൻ വളരെയേറെ നല്ല. ചിലരുടെയൊക്കെ മൂക്കിൻ്റെ അറ്റത്ത് ഇങ്ങനെ കുരുവായിട്ടുണ്ടാവില്ലേ, താടിയുടെ മിഡിലും അതുപോലെയൊക്കെ ഈ നെറ്റിയുടെ സൈഡിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മാറാനായിട്ട് വളരെയേറെ നല്ലതാണ് കേട്ടോ. ഇത് ഡെയിലി നിങ്ങൾ യൂസ് ചെയ്തോ, ഒരു നല്ലൊരു മെഡിസിൻ തന്നെയാണിത്. ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവുന്നല്ലോ. ഒരാഴ്ച തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ വരും. കരിമങ്കല്യം ഉള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, നോർമൽ സ്കിന്നുകാർക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ മോനും ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അവൻ കോളേജിലൊക്കെ പോകുമ്പോൾ ഈ ഭയങ്കര വെയിലല്ലേ, ആ വെയിൽ കൊണ്ടിട്ട് സ്കിന്നെല്ലാം നന്നായിട്ട് തന്നെ ഡള്ളാവും. അങ്ങനെയുള്ളവർക്കെല്ലാം നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എൻ്റെ മോനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്പാണിത്. കരിമങ്കല്യം വരാതിരിക്കാനും ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണിത്. നമുക്കൊരു 10-40 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നെല്ലാം പതുക്കെ ചുളിയാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിനെല്ലാം വളരെയേറെ നല്ലതാണ് കേട്ടോ ഇങ്ങനെയുള്ളത് ചെയ്യുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഇത് ഒരു 10 മിനിറ്റ് നേരം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റാണ് നമ്മുടെ സ്കിന്നിൽ ഇത് പിടിക്കാനുള്ള സമയം. ഏത് മാസ്ക് ഇട്ടാലും എന്ത് മുഖത്ത് നമ്മളിട്ടാലും അത് 15 മിനിറ്റ് മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ. കാരണം 15 മിനിറ്റ് മതി നമ്മുടെ സ്കിന്നിൽ പിടിക്കാനായിട്ട്. അതിൽ കൂടുതൽ നമുക്ക് സ്കിന്നിൽ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഇട്ടിട്ട് കാര്യമില്ല. വെറും 15 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഈ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇത് ഇറങ്ങും. ഇതിൻ്റെ ആ ഒരു ഇഫക്റ്റ് എല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങ് ഇറങ്ങും. അങ്ങനെ ഇതുപോലെ നിങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തുള്ള എല്ലാ പാടുകളും മാറുകയും ചെയ്യും. അതുപോലെ തന്നെ കരിമങ്കല്യമൊക്കെ ഉണ്ടെങ്കിൽ അതിന് വ്യത്യാസങ്ങൾ വരികയും ചെയ്യും. 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കരിമങ്കല്യത്തിന് ഒരുപാട് മാറ്റം വരും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പം ഞാനിത് എൻ്റെ മുഖത്ത് ഞാൻ ഇട്ടേക്കുന്നത് ഇപ്പോൾ ഈ ചൂട് കാലമൊക്കെയാണ്, അതുപോലെ ചെറിയ കുരുക്കളൊക്കെ വരുന്നതുകൊണ്ട് അതിനെല്ലാം വളരെയേറെ നല്ലതാണ് കേട്ടോ. ഇതുപോലെയുള്ള വേറെ ഒരുപാട് ടിപ്പുകളുണ്ട് നമുക്ക് മുഖക്കുരുവിനും അതുപോലെയുള്ള സ്കിന്ന് എപ്പോഴും നല്ല സ്മൂത്തായിട്ടൊക്കെ ഇരിക്കാനുള്ള ഒരുപാട് ടിപ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേറെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ വലിയ ഡാമേജൊന്നും ഇല്ലാതെ നമുക്ക് അങ്ങ് കൊണ്ടുപോകാനായിട്ട് പറ്റും. മറിച്ച് ഞാൻ പറഞ്ഞില്ല ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, അങ്ങനെ ആരും പറയാറില്ല. പക്ഷേ എന്നാലും എല്ലാവർക്കും എല്ലാവരുടെ ഫേസും നന്നായിരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ നമ്മൾ കഴിയുന്നതും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇതുപോലെ നമ്മൾ ഒരുപാട് കെമിക്കലുള്ള ഫേഷ്യലൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ അവർ കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും. പക്ഷേ എങ്കിലും ഞാൻ ഉള്ളതാണ് ഞാൻ പറയുന്നത്. ഒരുപാട് നമ്മൾ അത്യാവശ്യത്തിന് നമ്മൾ ചെയ്യണം, പക്ഷേ അല്ലാതെ നമ്മളങ്ങനെ ചെയ്താൽ സ്കിന്നിന് തന്നെ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ്, ഇടയ്ക്കൊക്കെ ചെയ്യാം, പക്ഷേ ഡെയിലി നമ്മളങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അതെല്ലാം കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
അപ്പോൾ ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് വലിയ ഡാമേജുകളൊന്നും വരില്ല. അപ്പോൾ ഞാൻ ഈ കൈയുടെ മുട്ടിലുണ്ടെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ കൈയുടെ മുട്ടിലൊക്കെ ചിലരുടെ കറുത്ത് കാണും, കറുത്ത പാടും. അതിൽ ആ കറുത്ത പാടിൽ ചെറിയ കുത്തുകളൊക്കെ ഉണ്ടായിട്ട് വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഈ ഒരൊറ്റ ഫേസ് മാസ്ക് മതി കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട, ഇത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. വേറെ ഒന്നും ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ ചെയ്യാം. പക്ഷേ കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് ഇതാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, കൈയുടെ മുട്ടിലൊക്കെയുള്ള കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് നമ്മളിതുപോലെ ഈ ഒരു പേസ്റ്റ് എടുത്ത് ഒരു 10-15 മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങളിതുപോലെ സ്ക്രബ് ചെയ്യുക. അതിന് ഒരുപാട് മാറ്റം വരും. പിന്നെയും ഞാൻ പറഞ്ഞു, കരിമംഗല്യം പോലുള്ള കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് സമയം എടുക്കും. അതൊക്കെ ഒരു പ്രായമാകുമ്പോഴും പിന്നെ ഒരുപാട് സ്ട്രെസ്സ് നമ്മൾ എടുക്കുന്നത് കൊണ്ടും വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലായിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. നമ്മളിത് വേറെ കെമിക്കലോ അങ്ങനെയുള്ളതൊന്നുമില്ല, നാച്ചുറലായിട്ടുള്ള എല്ലാം നാച്ചുറലാണ്. അപ്പോൾ ഇതെല്ലാം എല്ലാവരും ഉപയോഗിക്കുക. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ സ്കിന്ന് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ കട്ട തൈരുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. നമ്മൾ വെയിലത്ത് പോയി വന്നതിന് ശേഷവും തൈര് കൊണ്ടൊന്ന് മുഖം കഴുകുന്നതും വളരെയേറെ ഫലം ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല ഇതൊരു വൈറ്റനിങ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വൈറ്റനിങ്ങുമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു 30 മിനിറ്റെങ്കിലും മുഖത്ത് വെച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളം കൊണ്ട് ഒന്ന് ഒപ്പി അതൊന്ന് കുതിർത്തതിന് ശേഷം മാത്രം നിങ്ങൾ സ്ക്രബ് ചെയ്ത് പാക്ക് എടുത്ത് മാറ്റുക. അതിനുശേഷം കുറച്ച് തൈരുണ്ടെങ്കിൽ, തണുത്ത തൈരുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മുഖത്തൊന്നും കൂടി ഒന്ന് സ്ക്രബ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ വെയിൽ കൊള്ളാൻ പാടില്ല 2-3 ദിവസത്തേക്ക്. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും നോർമൽ ഫേസ് ആയവർക്കും എല്ലാം ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് സ്കിന്നിന്. അപ്പോൾ നമ്മൾ വെയിലത്ത് പോയിട്ട് വന്നു കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ കുറച്ച് തൈരെടുത്ത് മുഖത്ത് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കഴുകി കളയാമെങ്കിലും വളരെയേറെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു ടിപ്പുമായിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും അതുവരേക്കും ബൈ ബൈ.